ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേറ്റ് ട്രിപ്പിൻ്റെ ഡേ 13 സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് കാർഗിലാണ്. ഇവിടുന്ന് ലേയിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ റൈഡ് ഏകദേശം ഒരു 250 കിലോമീറ്റർ അടുത്തുണ്ട്. ഒരു 6-7 മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റുമെന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. പിന്നെ റെസ്റ്റും കാര്യങ്ങളും പിന്നെ ഫോട്ടോ എടുക്കുന്നതും ഒക്കെ കൂടി ചിലപ്പോൾ അതൊരു 8-9 മണിക്കൂറാകാം. നമുക്ക് നോക്കാം, ഒത്തിരി ലേറ്റ് ആകാതെ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ പോലെ ലേറ്റ് ആകത്തില്ല, അത് ഷുവറാണ്. അപ്പോൾ രാവിലെ ഇവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ട്രിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ മെയിൻ റോഡിൽ ചെന്നിട്ട് പറയാം. ആദ്യത്തെ പണി എന്ന് പറയുന്നത് വണ്ടിയിൽ ഫ്യൂവൽ റീഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് പോകുമ്പം മാക്സിമം പെട്രോൾ പമ്പുകൾ കാണുമ്പം വണ്ടി റീഫിൽ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പെട്രോളിൻ്റെ അവൈലബിലിറ്റി, എത്രത്തോളം ഫ്യൂവൽ സ്റ്റേഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കത്ര അറിയാത്തത് കൊണ്ട് തന്നെ ഫ്യൂവൽ ചെയ്തിരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലേ വരെ ഒന്നും കുഴപ്പമുണ്ടായിരിക്കത്തില്ല. ലേയിൽ നിന്ന് മണാലി എത്തുന്നിടം വരെയുള്ള ഡ്യൂറേഷനിലാണ് പെട്രോൾ പമ്പുകൾക്ക് ഏറ്റവും സാധ്യത കുറവെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പം എക്സ്ട്രാ ഫ്യൂവൽ ക്യാൻ അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഞാൻ ബാഗിൽ ഒരെണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്രോൾ ഫില്ല് ചെയ്തു. ഇനി ടയറും കൂടെ ഒന്ന് എയർ ഫില്ല് ചെയ്തിട്ട് നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എയറും റീഫില്ല് ചെയ്തു. ഇന്നത്തെ റൈഡിൽ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് മാഗ്നറ്റിക് ഹില്ല്, അതുപോലെ ലാമയൂര മൊണാസ്ട്രി, അങ്ങനെയുള്ള കുറച്ച് അട്രാക്ഷൻസൊക്കെ ഉണ്ട്. അപ്പം അതുവഴിയൊക്കെ നമ്മൾ പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നിന്ന് കയറി ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ പോകത്തുള്ളൂ. റോഡൊക്കെ നമ്മുടെ നാട്ടിലേക്കാട്ട് അടിപൊളി റോഡാണ്. കുണ്ടും കുഴിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഇത്രയും പൊക്കത്ത് ഇത്രയെങ്കിലും മെനയായിട്ട് പണിതിട്ടേക്കുന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് കമ്പയർഡ് ടു കേരള റോഡ്സ് വളരെ ബെറ്ററാണ്. ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ആൽബത്തിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ടൈം ലാപ്സും ഒക്കെ എടുത്തു. അതൊക്കെ ഞാൻ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്ത്യൻ ആർമിയുടെ ഈ ട്രക്ക് കാണുമ്പം എന്താണെന്ന് അറിയത്തില്ല, നമുക്കൊരു പ്രത്യേക തരം ഒരു എനർജി നമുക്ക് കിട്ടുന്ന പോലെയാണ്. ആ ആർമിക്കാരുടെ ഡ്രസ്സിനകത്ത് അവരെ സോൾജേഴ്സിനെ കാണുമ്പം, മിലിറ്ററി ഡ്രസ്സിൽ കാണുമ്പോൾ എന്താണെന്നറിയത്തില്ല. ഈ ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ കൂടി തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഞാൻ എൻജോയ് ചെയ്യുകയാണ്. മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്പോട്ടായിരിക്കും ഇത്. കാരണം എല്ലാ വളവിലും ഒരു അട്രാക്ഷൻ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ഉഗ്രൻ ലാൻഡ്സ്കേപ്പ് അല്ലേ, ഒരു രക്ഷയില്ല. നമുക്കൊന്നും എസ്പെഷ്യലി ആയിട്ട് എടുത്ത് പറയാനായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് ഒരു എന്താ പറയണ്ടേ, നമുക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ അടുത്ത ഒരു ചെറിയ ഫോട്ടോഷൂട്ടിനായിട്ട് നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നവർക്ക് ഫോട്ടോ എടുത്ത് വാരി കൂട്ടാൻ പറ്റും.
ഇനിയിപ്പം കയറാൻ പോകുന്നത് ഞാൻ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ലാമയൂര മൊണാസ്ട്രി എന്നൊരു മൊണാസ്ട്രിയിലോട്ടാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാനോ കാര്യത്തിനൊന്നും നിൽക്കത്തില്ല. കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ നല്ല സൈലൻ്റായിട്ട് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യണം. അതുകൊണ്ട് ഞാനൊരു വ്ളോഗായിട്ട് എടുക്കത്തില്ല. ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് മാത്രമേ എടുക്കത്തുള്ളൂ. അത് എൻജോയ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മൊണാസ്ട്രിയിലെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും ഇങ്ങനത്തെ ഒരു ട്രിപ്പ് വരുമ്പം പറ്റുന്ന മൊണാസ്ട്രിയിലൊക്കെ ഒന്ന് കയറി അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ എൻജോയ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നല്ല പീസ്ഫുൾ മൈൻഡായിട്ട് നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാൻ പറ്റും. കുറച്ച് നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്യുക. നല്ലൊരു മൂഡായിരിക്കും, നല്ലൊരു വൈബ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങളത് എൻജോയ് ചെയ്യുക. ഞാനും ഒരുപാട് എൻജോയ് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഒരു എക്സ്പീരിയൻസ് ആകണമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഇത്രയും റിമോട്ടായിട്ടുള്ള ഏരിയയിൽ പോലും നമുക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ടൗണ് അല്ലെങ്കിൽ ഒരു വില്ലേജ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് താത്താൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഒരു പോപ്പുലേഷനുള്ള രീതിയിൽ നമുക്ക് പല സ്ഥലങ്ങളും കാണാൻ പറ്റും. അത് ഇച്ചിരി ഒരു അതിശയം തന്നെയാണ്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുവിധം ഒരു ഇത്ര ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഒരു ചെറിയ ഒരു കുഞ്ഞൊരു ടൗൺ ഏരിയ പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ടീ ബ്രേക്കോ അങ്ങനെയുള്ള ബ്രേക്സ് ഒക്കെ എടുക്കാനായിട്ട് നമ്മളെടുക്കുമ്പോൾ അവർക്കും ഒരു ഹെൽപ്ഫുള്ളൊക്കെ ആവും. ഇനിയിപ്പോൾ ലേയിലേക്കൊരു 95 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പം ഒരുപാട് ലേറ്റ് ആകാതെ നമുക്ക് എത്താൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ വഴി കണ്ടോ, ഈ വഴി അങ്ങേ എത്ര കിലോമീറ്ററാണെന്ന് എനിക്ക് എക്സാക്റ്റ് അറിയത്തില്ല. പക്ഷേ നമുക്ക് നേരെ ഒരു പോയിൻ്റ് വരെ സ്ട്രെയിറ്റ് റോഡാണ്. പക്ഷേ നമുക്ക് ഒത്തിരി സ്പീഡ് എടുക്കാനും പറ്റത്തില്ല എന്നുള്ളതാണ് ഒരതിശയമായിട്ടുള്ളൊരു കാര്യം. കാരണം ഹൈലി ഡേഞ്ചറസ് ആണ്. കാരണം ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ സൈഡിലും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡ് എടുത്ത് പോകുമ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമേ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ മാഗ്നറ്റിക് ഹിൽ ഇതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ നിന്നവരാണ് പറഞ്ഞത് ഇവിടെ ഇതല്ല മാഗ്നറ്റിക് ഹില്ല്, ഇത് കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞു. ഒരു അമേസിങ് റോഡ് തന്നെയാണ്. ഇങ്ങനൊരു സ്ഥലത്ത് ഇത്രയും ഒരു സ്റ്റൈലൻ റോഡ് പണിയൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ പണിയാമെങ്കിൽ നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് പണിയാൻ പറ്റും, ഷുവറാണ്. ഞാൻ ഹൈവേസിലെ കാര്യമല്ല പറയുന്നത്, അല്ലാത്ത റോഡുകളിലെ കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു നോർമൽ ഹില്ലിന് മാഗ്നറ്റിക് ഹില്ലെന്നുള്ളത് എന്നെനിക്ക് മനസ്സിലായില്ല. ബട്ട് എന്തെങ്കിലും മാഗ്നറ്റിക് എഫക്റ്റ് അവിടെ കാണുമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ നിന്നെടുത്തൊരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഇതിന് മുമ്പ് കണ്ടത്. ഓൾട്ടിറ്റ്യൂഡ് കയറുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എൻ്റെ ചെവി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടഞ്ഞിട്ട് ഒരൊറ്റ പൊട്ടങ്ങോട്ട് പോയിട്ട് ചെവിക്കൊരു മുഴക്കം മാതിരിയാണ്. അപ്പോൾ ലേ എത്തുന്നിടം വരെ പെട്രോൾ പമ്പുകൾക്ക് വലിയ ക്ഷാമമൊന്നുമില്ല.
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ട്. വണ്ടി നിർത്തുന്നുള്ള ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന്, എന്തിൻ്റെ ആണോ? മുനിസിപ്പൽ കമ്മിറ്റിയിലെ 20 രൂപ മോട്ടോർ സൈക്കിള്. മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആണെന്നൊക്കെ പറയുന്നത്, പക്ഷേ ചെക്ക് പോസ്റ്റൊക്കെ കണ്ടിട്ട് ടോൾ പോസ്റ്റ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണോ, ഗവൺമെൻറ്റിൻ്റെ തന്നെ ആയിരിക്കും, കണ്ടിട്ട് വലിയ ഉടായിപ്പായിട്ട് തോന്നുന്നൊന്നുമില്ല എന്നാലും. അപ്പം നാളത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കർദുംഗ്ല, നുബ്ര വാലി അങ്ങോട്ടൊക്കെ പോകാനായിട്ട് പെർമിറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മാർക്കറ്റിന് അടുത്ത് തന്നെയുള്ള എവിടെയോ ആണ് പെർമിറ്റ് എടുക്കാനുള്ള ഓഫീസ് എന്നാണ് അറിഞ്ഞത്. അതപ്പം അക്കോമഡേഷൻ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ച് സ്ഥലം മനസ്സിലാക്കി പോയി പെർമിറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഹോൾ ഓഫ് ഫെയിം അവിടെ മൊണാസ്ട്രികളുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവിടെ പോകണം. പിന്നെ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ മേടിക്കുകയോ പർച്ചേസോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം 1 day 2 night ആണ് സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ ലേയിലുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും റൈഡ് സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.